നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മനസ്സുകൊണ്ട് ഡിവൈനുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ഇൻഫർമേഷൻ, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കേണ്ടതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഡിവൈനോട് പറഞ്ഞ് തന്നെ വേണം റീഡിങ്സ് കാണാൻ ശ്രമിക്കാൻ. ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജി കണക്റ്റ് ചെയ്യണം അതിനകത്ത്. എന്നിട്ട് മാത്രമേ റെസനേറ്റ് ആകുകയുള്ളൂ. എന്നിട്ട് റെസനേറ്റ് ആവുന്നില്ല എന്ന് പരാതി പറയരുത്. റെസനേറ്റ് ആവാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടാനും നല്ലൊരു തീരുമാനം എടുക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു എനർജി ആവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ റീഡിങ്സുകൾ കേട്ട് പൂർണ്ണമായിട്ടും എനർജി കണക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റീഡിങ്സിൽ ഈ ഒരു എനർജിയിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് ഉണ്ടാവാൻ വേണ്ടി തീർച്ചയായിട്ടും താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് അഭിപ്രായമാണേലും കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. കാരണം ഡിവൈനുമായിട്ട് ഈ ഒരു എനർജിയുമായിട്ട് നിങ്ങൾക്കുണ്ടാകാവുന്ന ഒരു ഏറ്റവും നല്ലൊരു പ്രസൻസ് തന്നെയാണ് നിങ്ങളുടെ ഓരോ എനർജികളും കണക്റ്റ് ചെയ്ത് നൽകുന്നത് കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട. കാരണം നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും നമ്മളിലേക്ക് വന്നു ചേരുന്നത്. ഡിവൈൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാവാൻ, ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്ന ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിൽ എത്തിച്ചേർന്നതും അതിൽ നിന്നും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പോസിബിളായി വരാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് നല്ല അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ടും തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എത്രയാണോ അത് അനുസരിച്ച് തന്നെ നിങ്ങൾ കണക്റ്റ് ചെയ്തെടുക്കുക. ഒരു മൈൻഡ് റീഡിംഗ് ആണ്. സോൾ എനർജിയെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയുള്ള റീഡിങ്സ് ആണ്. കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലോക്കേജുകൾ, അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, കരിയർ പാതി ആയിക്കോട്ടെ, ഫാമിലി എനർജി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റ് ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങളെ ബേസ് ചെയ്തായിക്കോട്ടെ, ബ്ലോക്കേജുകൾക്കെല്ലാം നിങ്ങൾക്ക് പരിഹാരം കാണാനും നിങ്ങളുടെ പാസ്റ്റ് കർമ്മയെ കണക്റ്റ് ചെയ്ത് മനസ്സിലാക്കി അതിന് പരിഹാരം ചെയ്ത് മുന്നോട്ടേക്ക് പോകാനും പിന്നെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം ക്ലാരിറ്റിയോടുകൂടി നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും സംശയങ്ങൾക്ക് മറുപടികൾ എടുക്കാനും ഒക്കെയായിട്ട് നിങ്ങൾക്ക് ടാറോ എനർജി ഉപയോഗിക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻ്റെ ഇൻഫർമേഷനാണ് കേട്ടോ. ഡിവൈൻ നൽകുന്ന ഗൈഡൻസ്, ഡിവൈൻ്റെ ഒരു ഇൻഫർമേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഹീലിംഗ് പ്രോസസ്സിങ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ചില എനർജികൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു എനർജിയിൽ നിന്നും ലഭിക്കുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ സാധിച്ചാൽ നമ്മളുടെ ചോദ്യങ്ങൾക്കെല്ലാം വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി നൽകുന്ന ഒരു എനർജി കൂടിയാണ്. അതായത് ഒരു ട്രാവലിംഗ്, ഒരു വിദേശ യാത്രയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന മുമ്പ് മറ്റ് ഏജൻസികൾക്ക് നമ്മൾ കൊണ്ടുപോയി സാമ്പത്തികം കൊടുക്കുമ്പോൾ അത് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ട്, അതായത് നമ്മുടെ ഉള്ളിൽ അറിയില്ല ചീറ്റിംഗ് ചെയ്യപ്പെടുമോ എന്നൊക്കെ ഉള്ളത്. അതുപോലെ ഒരു വിവാഹത്തിന് ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം, അത് ഫ്യൂച്ചറിലേക്ക് ഏത് അവസ്ഥയിൽ പോകുമെന്നുള്ളത്, ഒരു ജോബിന് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള നമ്മളുടെ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എടുത്ത് നോക്കി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നൊരു എനർജിയാണ് ടാറോ എന്ന് മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾ എന്തിലും വിശ്വാസം അർപ്പിച്ചാൽ മാത്രമേ ഫലമുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുപോലെ 2025 അവസാനിക്കുകയാണ്. നമ്മളുടെ ഒരു വർഷവും കൂടി കഴിഞ്ഞു. നമ്മൾ ഇത്രയും കാലം കൊണ്ട് എന്ത് നേടി എന്നിനി ചിന്തിച്ച് നിന്നിട്ട് കാര്യമില്ല. ഇനി എന്ത് നേടാമെന്നുള്ള ഒരു എനർജിയിലേക്ക് മാറേണ്ട സമയമായി. 2026 സ്റ്റാർട്ട് ചെയ്യുമ്പം ഉറപ്പായിട്ടും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഒരു അഫർമേഷൻ തയ്യാറാക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 10-15 ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും ഈ ഒരു വർഷം 2026 നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതും പൂർത്തീകരിക്കുമെന്ന് ഉറപ്പുള്ളതുമായ ഒരു 10-15 കാര്യമെങ്കിലും നിങ്ങളൊരു ബുക്കിൽ എഴുതുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം എഴുതുക. അത് 2 നേരമല്ല, നിങ്ങൾക്ക് എപ്പോഴൊക്കെ അത് എടുത്തു നോക്കാൻ സാധിക്കുന്നു അപ്പോഴെല്ലാം നിങ്ങൾ എടുത്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഫലം ചെയ്യും. ഉറപ്പായിട്ടും ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴും നിങ്ങൾ ആ ഓരോ കാര്യങ്ങൾ വിട്ടിടുക. അതായത് നിങ്ങൾക്കത് സാധിക്കും, ഞാൻ ഉറപ്പ് തരുന്നു. 2026 എന്ന് പറയുന്നത് നിങ്ങളുടെ ദിവസമായിരിക്കണം, നിങ്ങളുടെ വർഷമായിരിക്കണം. ഒരു കാരണവശാലും മറ്റൊരാൾക്ക് നിങ്ങളത് വിട്ടുകൊടുക്കരുത്. ഉറച്ച തീരുമാനം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ഒരു 15 കാര്യങ്ങൾ, ഏറ്റവും അത്യാവശ്യമുള്ള 15 കാര്യങ്ങൾ എഴുതുക. ആ 15 കാര്യങ്ങളെ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. എഴുതിയ 15 കാര്യങ്ങളും ഉറങ്ങുന്നതിന് മുമ്പും ഉണരുമ്പോഴും നിങ്ങൾ എടുത്തു നോക്കി അതിലൊരു ഉറപ്പ് വരുത്തുക, എനിക്ക് സാധ്യമാണ്,
എനിക്കിത് സാധ്യമാണ് എന്ന് നിങ്ങൾ മനസ്സുറച്ച് പറയുക. നമ്മുടെ മൈൻഡാണ് നമ്മളുടെ ഏറ്റവും വലിയ പവർ. അതായത് നമ്മൾ ഈ പൂർവികർ പറയുന്നത് പോലെ മറ്റുള്ളവരുടെ സപ്പോർട്ട്, ഒരു 100 ആളുകൾ കൂടെ ഉണ്ടായാലും അല്ലെങ്കിൽ ധനമുണ്ടായാലും ഇതൊന്നും നമുക്കൊരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്കൊരിക്കലും അത് നമ്മളിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോകാമെന്നുള്ളതാണ്. പക്ഷേ മനക്കരുത്ത്, പവർ, അതായത് മൈൻഡ് ടു പവർ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നൊരു സംഭവമാണ്. അപ്പം ഒരു വ്യക്തിക്ക് വേണ്ടത് വിശ്വാസമാണ്. അവനവനോടുള്ളൊരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട 15 കാര്യം, നിങ്ങൾക്ക് വേണ്ടത്, നമുക്ക് ചുറ്റുമുള്ള മറ്റാർക്കും വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ട 15 കാര്യങ്ങൾ എഴുതുക. ആ 15 കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പൊയ്ക്കോട്ടെ, 5 കാര്യം നടന്നാൽ മതി നമുക്ക് 2026. ബാക്കി 10 അടുത്ത 2027 നമുക്ക് എടുക്കാന്നേ. ആ ഒരു ചിന്തയോട് കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം. വിട്ട് കളയരുത്. എൻ്റെ ഈ ഒരു വാക്കിനെ പാഴ്വാക്കാക്കിയോ അല്ലെങ്കിൽ ഒരു തമാശയായിട്ടോ തള്ളിക്കളയരുത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നവർ, നമ്മളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, അത്രയും പേര്, ഒരു 2 പേര് 3 പേര് മതി നമ്മളെ ഒന്ന് കൂടെ നിൽക്കാൻ. അത് മതി, നമ്മളുടെ വിജയമാണ്. അത് സത്യസന്ധരും ആത്മാർത്ഥതയുമുള്ള ഒരു 3 പേരോ 2 പേരോ ഒരാളോ മതി നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. 2026 സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ 15 കാര്യങ്ങൾ എഴുതുന്നു. ആ 15 കാര്യവും നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. നമ്മൾ മൈൻഡ് പവറാക്കുന്നു. തീർച്ചയായിട്ടും അതിൽ നമ്മൾ ചിന്തിച്ച് നേടിയെടുക്കുന്നു. പലതും നമ്മൾ ചിന്തിച്ച് നേടിയെടുക്കാൻ പോകുന്നു കേട്ടോ. പിന്നെ മണി അഫർമേഷൻസും വരാഹി മന്ത്രം ഇട്ടിട്ടുണ്ട്. വരാഹി മന്ത്രം ബ്ലോക്കേജ് മാറ്റാനുള്ളതാണ്. മണി അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പരമാകുന്ന കർമ്മ. പാസ്റ്റ് ലൈഫിലാണെങ്കിലും മുൻ കാലങ്ങളിലാണെങ്കിലും നിങ്ങളിലും എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. ആ ഒരു പണത്തെ ഒന്ന് ചുരുട്ടി കയ്യിൽ പിടിച്ചാലും മതി, അതൊരു തെറ്റ് തന്നെയാണ്. ചില സമയത്ത് നമ്മുടെ ഒരു സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന 1 രൂപേനെയാണെങ്കിൽ ആ ഒരു നോട്ടിനെയാണെങ്കിൽ നമ്മളൊന്ന് ചുരുട്ടിയാൽ മതി, അതും കർമ്മയിൽ പെടുന്നത് തന്നെയാണ്. അതിനെ അത്ര ഭദ്രതയോടുകൂടി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ നമുക്ക് സാമ്പത്തികപരമായിട്ട് കർമ്മകൾ കിടപ്പുണ്ടാവും. അത് മാറാൻ വേണ്ടിയിട്ടാണ് ഹോപ്പനൊപ്പനോടെ ആ ഒരു മണി അഫർമേഷൻസ് ഞാൻ ഇട്ടിരിക്കുന്നത്. കാണാപ്പാഠം പഠിച്ചോളുക, പറ്റുമ്പോഴും പ്രാർത്ഥന പോലെ ചൊല്ലിക്കൊള്ളുക. പണം വന്ന് ചേരട്ടെ. പണം വന്ന് ചേർന്നാൽ പിന്നെ ബാക്കിയെല്ലാം നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ പിന്നാലെ പോകുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നതും 8 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ആക്ഷൻ കാർഡാണ്. ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് കേട്ടോ. ജീവിതത്തിൽ ഇത് 8 കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കുക. അതുപോലെ തന്നെ 7 ചക്ര മെഡിറ്റേഷൻസുകൾ ഒന്ന് പൂർണ്ണതയിലേക്ക് എത്തുക. അതായത് 7 ചക്ര മെഡിറ്റേഷൻ, 7 ചക്രാസുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 8ാമത്തെ ചക്രമാകുന്ന ചക്രവും നമ്മളുടെ, അതായത് ശിവൻ്റെ അരികിലേക്ക് എത്തേണ്ടതാകുന്ന ആ ഒരു എനർജിയും കൂടി നമുക്ക് കണക്റ്റ് ചെയ്ത് ലഭിക്കുന്നതാണ്. അപ്പം ശക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 7 ചക്ര മെഡിറ്റേഷൻസുകളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അതൊരു 7 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ മതി. കുറച്ച് ടൈം ഓരോ ചക്രാസിൻ്റെ പൊസിഷനിലും ഒരു ശ്രദ്ധ കൊടുത്ത് നമ്മളുടെ കൈകളൊന്ന് ചേർത്ത് പിടിക്കുക. നമ്മുടെ ഉള്ളം കൈ എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമാകുന്നതാണ്, വളരെ ദൈവീകമാകുന്നൊരു ഇതാണ്. അപ്പോൾ ആ ഒരു കൈകളുടെ സ്പർശനം ഓരോ ചക്രാസിൻ്റെ പാർട്ടുകളിലും വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇച്ചിരി ടൈം ഇരുന്നാൽ മതി. എന്തെങ്കിലും ഒരു മ്യൂസിക്കോ ഒരു പ്രാർത്ഥനയോ കേട്ടുകൊണ്ട് ചെയ്താൽ മതി. പിന്നെ 7 ചക്ര മെഡിറ്റേഷൻസുകൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവർ അതിന് വേണ്ടിയിട്ട് ഇരിക്കുമ്പം ഡിഫിക്കൽറ്റി ഫീലിങ്സ്, ഭയങ്കരമായൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളുടെ പ്രാർത്ഥന ചൊല്ലിയാൽ മതി. നമ്മുടെ സഹസ്രനാമങ്ങളോ അതുപോലെ തന്നെ മറ്റു മതസ്ഥരുടെ പ്രാർത്ഥനകളോ ചൊല്ലിയാൽ മതി. നമ്മളുടെ അക്ഷരമാലയിലുണ്ട് 7 ചക്രാസും ഓപ്പണിംഗ് ആവാനുള്ള എനർജി അക്ഷരമാലയിൽ തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു അക്ഷരങ്ങളെല്ലാം കടന്ന് നമ്മളിൽ നാവിലൂടെ പോകുമ്പം നമ്മുടെ ബ്രെയിനിലൂടെ അത് കടന്ന് നമ്മുടെ എല്ലാ ചക്രാസുകളും എന്ത് ചെയ്യും, വർക്കിംഗ് ആവും. ചക്രാസുകളെല്ലാം ഓക്കെ ആണെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക്കോ ഒരു പ്രശ്നമോ നിങ്ങളെ കണക്റ്റ് ചെയ്യുകയില്ല എന്നാണ് കാണുന്നത്. പുതിയ തുടക്കത്തിൻ്റെ ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്.
ജീവിതത്തിൽ ഒരു മാറ്റമാണ്. ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു. ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരും. നിങ്ങൾ നെഗറ്റീവ് ആകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, വ്യക്തിബന്ധങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് ഏത് അവസ്ഥയിലാണ് കിടക്കുന്നത് ആ അവസ്ഥയിൽ നിങ്ങളെ എന്ത് ചെയ്യും, വന്ന് കണക്റ്റ് ചെയ്യും. ശരിക്കും മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളെ, നിങ്ങളുടെ കഴിവിനെ, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹ സാഫല്യം നടത്തേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് നിങ്ങളോട് മുന്നോട്ടേക്ക് പോകാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുവെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ എടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനുള്ളൊരു എനർജിയാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, മാറ്റങ്ങളുടെ സമയമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള സമയമായി നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറായിക്കൊള്ളുക. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഡിവൈൻ, നമുക്കെല്ലാവർക്കും ഒരു ദൈവിക നാമത്തെ ബേസ് ചെയ്ത്, ഡിവൈനെ ബേസ് ചെയ്ത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഒരു എനർജി ഉണ്ടാവും അല്ലേ. ചിലർ കൃഷ്ണനെ, ചിലർ ശിവനെ, ചിലർ മാതാവിനെ, ചിലർ യേശുദേവനെ, ചിലർ അള്ളാഹുവിനെ, അതിനകത്ത് മറ്റു വിഭാഗങ്ങളിലുള്ള എനർജികളെയൊക്കെ നമ്മൾ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എനർജികൾക്കൊന്നും നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കാത്തതിനും അസാധ്യമായതിനപ്പുറത്തേക്കുള്ള എനർജികളുണ്ട്. അത് ഓരോ നാമത്തിലും ഓരോ രീതിക്കനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഒന്നിൽ തന്നെയാണ് ചെന്ന് ചേരുന്നതെങ്കിലും നമ്മൾക്ക് പോലും 2-3 പേരുകൾ ഉള്ളതുപോലെ ഓരോ നാമങ്ങളിൽ അത് കണക്റ്റ് ചെയ്യപ്പെടുന്ന ആ നാമങ്ങൾക്കും ഓരോ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥത്തിനനുസരിച്ചായ എനർജി നമ്മളിൽ കണക്റ്റഡ് ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആരെയാണോ മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, ഏത് എനർജിയിലാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആകുന്ന ആ ഒരു എനർജി പ്രസൻസ് നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം. നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട കഴിവുകളുമുണ്ട്. റിസോഴ്സ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് കാണിച്ചു തരുന്നത്. ആക്ഷൻ എടുത്തോളുക, മൂവ്മെൻറ്റ്സ് ചെയ്തോളുക. അതുപോലെ തന്നെ ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉടനെ സംഭവിക്കും. അതായത് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നും നിങ്ങൾക്കൊരു ലോങ് ഡിസ്റ്റൻസിലേക്ക് മാറേണ്ടി വരുന്നു, മറ്റൊരിടത്തേക്ക് മാറി സഞ്ചരിക്കേണ്ടി വരുന്ന എനർജി കുറേ ആളുകളിൽ വരുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധിക്കണം. ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കണക്റ്റ് ചെയ്യുക. ആവശ്യമില്ലാത്തത്, നിങ്ങളെക്കൊണ്ട് സാധ്യമല്ല എന്നുള്ളതിനെ ഉപേക്ഷിക്കേണ്ട സമയമായി എന്നും കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 4 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഭയത്തെ അതിജീവിക്കുക എന്നാണ് കാണിക്കുന്നത്. റിജക്ഷൻ എനർജി, വേണ്ട എന്ന് പറയാൻ, നോ എന്ന് പറയാനുള്ള ഒരു പവർ എനർജിയിലേക്ക് വരിക എന്ന് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് പെയിൻ നൽകിയ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്തംഭനാവസ്ഥ വരുത്തിയ ചില വ്യക്തി ബന്ധങ്ങൾ, ഇമോഷണൽ പരമാകുന്ന ചില ബന്ധങ്ങൾ നിങ്ങളെ വീണ്ടും തേടി വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ റിജക്ഷൻ എനർജിയിലാണ് നിൽക്കേണ്ടത്. അതിനെ എന്ത് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. കാരണം അത് നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും ബർഡൻ എനർജിയും ആവശ്യമില്ലാത്ത പ്രോബ്ലംസുകളും ജീവിതം വീണ്ടും നിങ്ങൾക്ക് വീഴ്ചയിലേക്ക് പോകേണ്ടി വരുമെന്നാണ് കാണുന്നത്. അപ്പം ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് പാസ്റ്റിലുള്ള എക്സ്പീരിയൻസിനനുസരിച്ചുള്ള ബന്ധങ്ങളെ മാത്രം കണക്റ്റ് ചെയ്യുക. നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത, നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ പരിഹസിച്ച, നിങ്ങളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ച, നിങ്ങളുടെ ജീവിതം ഇരുട്ടിലേക്ക് തള്ളിയ ബന്ധങ്ങൾ വീണ്ടും നിങ്ങളുടെ ചെറിയ സക്സസ്സിലോ നിങ്ങളുടെ ആ ഒരു പിടിച്ച് നിപ്പ്, നിങ്ങൾ ഉയർന്നു വരുന്നു എന്ന് കണ്ടതിൻ്റെ പുറത്തോ വന്ന് ചേരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോ എനർജിയിലാണ് നിൽക്കേണ്ടത്. റിജക്ഷൻ എനർജിയാണ്. അത് നിങ്ങൾ എടുത്തു വെച്ചാൽ അത് നിങ്ങൾക്ക് വീണ്ടും നമ്മൾ പാമ്പിനെ എടുത്തു വെച്ചതുപോലെയാവും കേട്ടോ. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നിരിക്കുന്നത് പ്രാർത്ഥനയുടെ ഫലം ലഭിക്കുന്നു. അതായത് ഇമോഷണൽ സ്റ്റെബിലിറ്റി, അബണ്ടൻസ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു റീബർത്ത് എനർജി, നിങ്ങൾക്കൊരു ഇന്നർ കോളിംഗ് വരുന്നുണ്ട് കേട്ടോ കുറച്ച് ആളുകളുടെ എനർജിയിൽ. അതായത് നിങ്ങളുടെ പ്രാർത്ഥന, കാലങ്ങളായിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ പ്രാർത്ഥിച്ചത്, ചിലപ്പോൾ ഒരു മനസ്സമാധാനം വേണം, സാമ്പത്തികപരമായിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, പക്ഷെ നിങ്ങൾ ദൈവത്തിന് ചേർന്ന് തന്നെയാട്ടോ നിൽക്കുന്നത്. നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾ സഹനശക്തിയോടുകൂടി നിൽക്കുന്നു, ദൈവത്തെ മുറുകെ പിടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഡിവൈനിൽ വിശ്വസിച്ച് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതം മാറുമെന്നുള്ളൊരു ഉറപ്പോടുകൂടി നിൽക്കുന്ന വ്യക്തികളുടെ എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധങ്ങളിലും വിള്ളലോ തേർഡ് പാർട്ടിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വിട്ടു ദൂരേക്ക് പോയിട്ടുണ്ടെങ്കിലൊക്കെ ഇവിടെ നിന്ന് മാറ്റി
മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. അബണ്ടൻസ് നിങ്ങളെ തേടി വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം ഫെമിനിയൻ ആയിക്കോട്ടെ മസ്കുലിൻ ആയിക്കോട്ടെ, നമുക്കിത് നിങ്ങൾ ആരാണോ കാണുന്നത് അവരെ കണക്റ്റ് ചെയ്താണ് കേട്ടോ വരുന്നത്. അതായത് സ്ത്രീകൾക്ക് മാത്രമുള്ള റീഡിങ്സ് അല്ല കേട്ടോ, ഇത് പുരുഷന്മാർക്കുമൊക്കെ കണക്റ്റഡ് ആണ്, ഏത് പ്രായക്കാർക്കും കണക്റ്റഡ് ആണ് കേട്ടോ. നിങ്ങൾ എനർജി എടുക്കുന്നത് പോലെയാണ് ജനറൽ റീഡിങ്സ് നിങ്ങൾക്ക് കണക്റ്റഡ് ആവുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അനുകൂലമാണ്, നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. ഡിവൈൻ്റെ ഒരു കൂട്ടിച്ചേർക്കൽ, നിങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു എനർജി കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ സാമ്പത്തികപരമാകുന്ന ചില ലോസ് എനർജിയിൽ നിന്നും ഫിനാൻഷ്യൽ അബണ്ടൻസിലേക്ക് മാറുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സാമ്പത്തികത്തെ ഫോക്കസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ലോസ് ആണ് അനുഭവിക്കേണ്ടി വന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ഫോക്കസിങ്ങിൽ നിന്ന് മാറാത്തതിൻ്റെ ഫലം നിങ്ങൾക്ക് ഗുണകരമാകുന്നുണ്ട്. ഫാമിലിപരമായിട്ടൊക്കെ ഒരു സന്തോഷം, സാമ്പത്തികപരമാകുന്നൊരു മാറ്റം, ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് നിങ്ങൾ ചേഞ്ച് ആവുന്നു എന്നാണ് കാണുന്നത്. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ദൈവീകപരമാകുന്ന മേഖലകളിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് സമയം അനുകൂലമാകുന്നു. അതായത് ഈശ്വര വിശ്വാസത്തിൽ നിന്നും മറ്റുള്ളവരുടെ ഗൈഡൻസ് കേൾക്കുക, അതായത് മറ്റുള്ളവരുടെ ഉപദേശത്തിന് കുറച്ച് വാല്യൂ കൊടുക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാലം അനുകൂലമാകുന്നുണ്ട്, ജീവിതത്തിൽ ഗ്രോത്ത് വരുന്നുണ്ട്. ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ്, അതായത് എന്ത് സിറ്റുവേഷൻസിനെ അതിജീവിക്കാനുള്ള ഒരു എനർജിയും ഒരു മെൻ്റൽ ക്ലാരിറ്റി, കാര്യങ്ങളെല്ലാം വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാനും പറ്റുന്നുണ്ട്. വളരെയധികം ഒരു വിശ്വസ്തയോടുകൂടി നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് പവറിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അതായത് ഒരു മനുഷ്യന് വേണ്ടത്, ഒരു വ്യക്തിക്ക് വേണ്ടത് മൈൻഡ് പവറാണ്. ഏത് പ്രശ്നത്തെയാണെങ്കിലും ഒറ്റയ്ക്ക് നേരിടാൻ നിൽക്കണം, മറ്റുള്ളവരുമായിട്ട് ഷെയറിങ്ങിന് പോകാതെ ഒറ്റയ്ക്ക് നേരിടാൻ എവിടെ തൊട്ട് നിങ്ങൾ പഠിക്കുന്നു അവിടെ തൊട്ട് നിങ്ങൾ സക്സസ് ആയി കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഒരു ലീഗൽ പ്രോബ്ലംസിൽ പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് കുറച്ച് നിരാശ ഫീലിങ്സ് കാണുന്നുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ ലീഗൽപരമാകുന്ന ഒരു എനർജിയിലായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കർമ്മ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു നിരാശ, അതായത് ഒരു ലോസ് എനർജി, നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുന്നുണ്ട്, എപ്പോഴും ഇമോഷണൽ ബ്ലോക്കേജ് സംഭവിക്കുന്നുണ്ട്. ജീവിതത്തിൽ എപ്പോഴും ഒരു ഒരു നിരാശ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ, അതായത് എന്ത് ചെയ്താലും അവിടെ നഷ്ടം വരുന്നുവെങ്കിൽ അതൊരു കർമ്മയാണ് കേട്ടോ. നിങ്ങൾക്കൊരു കർമ്മ ബേസിലാണ് വന്നിരിക്കുന്നത്, പാസ്റ്റ് ലൈഫ് കർമ്മയാണ് അതിന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെ നിന്നും പുറത്ത് കടക്കാൻ നല്ല പോലെ മാനിഫെസ്റ്റേഷൻ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്ക് കഴിവുകളുണ്ട്, നിങ്ങളുടെ കൈകളിൽ എല്ലാ വഴികളുമുണ്ട്, മാർഗമുണ്ട്, ഡിവൈൻ ബ്ലെസ്സിങ്സുമുണ്ട്, നിങ്ങൾ ശുദ്ധ മനസ്സുള്ളവരാണ്. പക്ഷേ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ എനർജിയിലേക്ക് മാറുക എന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു വിജയത്തിൻ്റെ സമയമാണ് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ കരിയർ എനർജിയിലൊക്കെ നിങ്ങൾക്കൊരു ഡബിൾ സക്സസ് വരാൻ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് 2 വിജയം ആഘോഷിക്കാൻ ഉടനെ തന്നെ സാധിക്കും. ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ട്, നിങ്ങളുടെ വിജയത്തിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. മോഹവലയത്തിൽ പെടരുത്. ജീവിതത്തിലേക്ക് അതായത് നല്ല ഒരു എഡ്യൂക്കേറ്റഡ് ആയ വ്യക്തികൾ, അതല്ലെങ്കിൽ വിശ്വാസപരമാകുന്ന, അതായത് ദൈവീകപരമാകുന്ന മേഖലകളിൽ നടക്കുന്ന വ്യക്തികൾ, അതല്ലെങ്കിൽ ഹീലിംഗ് എനർജിയിലൊക്കെ അങ്ങനെയുള്ള മേഖലകളിൽ നിൽക്കുന്ന വ്യക്തികൾ, ഒന്നിലധികം കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഒന്നിലധികം സക്സസ് വരുന്നുണ്ട്. കൂടെ അസൂയ ഉള്ളവരും നിൽപ്പുണ്ട്. നിങ്ങളോടൊപ്പം നിൽക്കുന്നവരൊന്നും നിങ്ങളുമായിട്ട് സന്തോഷകരമായിട്ടല്ല നിങ്ങളുമായിട്ട് ഇമോഷൻസ് ആണെങ്കിലും ടൈം ആണെങ്കിലും സ്പെൻഡ് ചെയ്യുന്നത്. സൂക്ഷിക്കണം. ഓപ്പർച്യൂണിറ്റീസുകൾ ഇട്ട് തരും, അതെല്ലാം നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് മാത്രമേ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ വലിയൊരു വീഴ്ച മുന്നോട്ടേക്ക് നേരിടേണ്ടി വരും കേട്ടോ. ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. സാമ്പത്തികമാകുന്ന കർമ്മയിൽ നിന്നും കുറേ ആളുകൾ മുക്തരാകുന്നുണ്ട് കേട്ടോ. കർമ്മ എനർജി അവസാനിക്കുന്നുണ്ട്. കുറേ ആളുകളുടെ ഫിനാൻഷ്യൽ എനർജിയെ ബേസ് ചെയ്ത് അബണ്ടൻസ് ആണ്. ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. ലോട്ടറിയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നയൻ എനർജിയിൽ നിൽക്കുന്നവരുണ്ടല്ലോ, നമ്മുടെ
നയൻ, അതായത് ഭാഗ്യസംഖ്യ 9 ആയിട്ടൊക്കെ വരുന്ന വ്യക്തികളുണ്ടല്ലോ, 9 ഭാഗ്യസംഖ്യയായിട്ട് വരുന്ന വ്യക്തികൾക്കൊക്കെ ലോട്ടറി ഭാഗ്യം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ മണി അഫർമേഷൻസ് ചെയ്യുന്നതിൻ്റെ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റിയതിൻ്റേതാവാം. നിങ്ങൾക്ക് ആ ഒരു പണത്തിൻ്റെ കർമ്മ അവസാനിച്ചു പോയ കുറേ ആളുകളെ കാണുന്നുണ്ട്. അവരിലേക്കൊക്കെ വരുന്നത് അസാധ്യമായ, അതായത് നമുക്കൊരിക്കലും നിർവചിക്കാൻ പറ്റാത്ത ഭാഗ്യം വരുന്നു സാമ്പത്തികപരമായിട്ടെന്നാണ് കാണുന്നത് കേട്ടോ, മുന്നോട്ടേക്കുള്ള ഒരു യാത്രയിൽ. അപ്പം ഞായറാഴ്ചയെ കണക്ട് ചെയ്താണ്, സൺ എനർജിയെ കണക്ട് ചെയ്താണ് ആ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്, അതായത് നിരാശയെ അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നിരാശയിൽ നിന്നും പുറത്ത് കടക്കുന്ന എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളെയും, പല സിറ്റുവേഷൻസിനെയും, പല വ്യക്തിബന്ധങ്ങളെയും ഒക്കെ നിങ്ങൾ ബ്ലോക്ക് ആക്കുന്ന ഒരു എനർജി, അതായത് ഒരു ബൗണ്ടറി ഇടുന്ന എനർജി. അതായത് ഇതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു അതോറിറ്റിയിലേക്ക് ഇനി കടക്കണ്ട എന്നുള്ള ഒരു തീരുമാനം പല വ്യക്തികളിലും പല സിറ്റുവേഷൻസുകളിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ലഭിച്ച ഒരു തിരിച്ചറിവിൻ്റെയാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെയാണ്, നിങ്ങളുടെ ഹീലിങ്ങിൻ്റെയാണ് കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പക്ഷേ ഡിവൈൻ്റെ ഒരു ഗൈഡൻസ് ആവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസിലൂടെ, നിങ്ങൾ പെയിൻ എനർജിയിലൂടെ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ മാറിയിരിക്കുന്നതാവാം. എന്താണെങ്കിലും നിങ്ങളെ ഇമോഷൻസിനെ റിജക്റ്റ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്, ഇമോഷൻസിനെ റിജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത്. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ മക്കളെ. നിങ്ങളുടെ ജീവിതത്തിൽ കാത്തിരിപ്പ് അവസാനിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും നേടിയെടുക്കാൻ, അതായത് കരിയർ എനർജിയിലാണെങ്കിൽ ഒരു പൊസിഷൻ, ഒരു ചേഞ്ചിങ് ഒക്കെ വേണം, ഒരു ട്രാൻസ്ഫർ ഒക്കെ വേണം, അല്ലെങ്കിൽ ഒരു സ്ഥാനക്കയറ്റമൊക്കെ വേണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം വരുന്നു എന്നാണ്. കാരണം നിങ്ങളുടെ കാത്തിരിപ്പ്, നിങ്ങളുടെ ഫൈറ്റിംഗ് എനർജി, നിങ്ങൾ സ്ട്രഗ്ലിങ് ചെയ്തതിന് അല്ലെങ്കിൽ നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് വരുന്നുണ്ട്. നമുക്കിന്ന് യൂണിക്കോൺ നൽകിയിരിക്കുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കേഞ്ചൽ ഹെബ്രിയലാണ് വന്നിരിക്കുന്നത് കേട്ടോ. പ്രധാന ദൂതനാണ് ഹെബ്രിയൽ എന്ന് പറയുന്നത്. ഹെബ്രിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ, അതായത് ഒരു ആളുകളെ സഹായിക്കുകയും അതുപോലെ തന്നെ പ്രകാശത്തെ വർദ്ധിപ്പിക്കുന്ന, അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശുദ്ധിയെ വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിവുള്ള, അതുപോലെ തന്നെ പുതിയ അതായത് അടുത്ത ഘട്ടത്തെക്കുറിച്ച് ഇനി നെക്സ്റ്റ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാക്കുന്ന എനർജിയാണ് ഹെബ്രിയലിൻ്റെ എനർജി കേട്ടോ. അതായത് ഇനി മുന്നോട്ടേക്ക് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഏഞ്ചൽസിൽ നിന്നും ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ സർപ്രൈസാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്രതീക്ഷിതമായി ചില കാര്യങ്ങളെ നിങ്ങൾക്കിന്ന് അനുഭവിക്കാൻ യോഗമുണ്ട് കേട്ടോ. ആശ്ചര്യത്വനായത്, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ഗിഫ്റ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പുതുമയുള്ള ചില രസകരമാകുന്ന, സന്തോഷം നൽകുന്ന ചില കാര്യങ്ങളെ ഇന്നത്തെ ദിവസം അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട്. സർപ്രൈസ് എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നത്. അതുപോലെ ഡിവൈൻ സൈറ്റ് വരുന്നുണ്ട് കേട്ടോ, ദിവ്യ ദർശനം, അതായത് ദൈവത്തെ കാണാൻ സാധിക്കുന്ന, അതായത് ഈശ്വരനെ നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ രൂപത്തിൽ, ഈശ്വരൻ നമുക്ക് ഈശ്വരനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു രൂപത്തിൽ നമ്മളെ സമീപിക്കില്ലല്ലോ, മറ്റേതോ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ ഇന്നത്തെ ദിവസം സാധിക്കും. അതൊരു വാക്കുകൊണ്ടോ സപ്പോർട്ട് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. ഇന്ന് നിങ്ങളൊരു ദൈവീക ദർശനം ലഭിക്കുന്നു, ദൈവത്തെ കാണുന്നു. പല സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. പിന്നെ വന്നിരിക്കുന്നത് പെഗാസസ് എന്നാണ്. സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറക്കാനാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറക്കേണ്ട ദിവസമാണ് കേട്ടോ. അതായത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയുകയും ഹൈഡ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളൊന്ന് ഓപ്പൺ ആക്കുകയും